കോതമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച കേസിൽ എംഎൽഎ മാത്യു കുഴൽനാടനും ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ഇടക്കാല ജാമ്യം അനുവദിച്ചു കോടതി. ഇവരുടെ ജാമ്യാപേക്ഷ മാർച്ച് 6-ന് പരിഗണിക്കും. കാട്ടാനയാക്രമണത്തിൽ കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിരാമ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമരം ചെയ്ത എംഎൽഎ മാത്യു കുഴൽനാടൻ, ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇടക്കാല ജാമ്യം അനുവദിച്ച കോടതി കേസിൽ വാദം കേട്ടെങ്കിലും മാർച്ച് 6-ന് വിധി പറയാൻ മാറ്റുകയായിരുന്നു. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് എംഎൽഎ മാത്യു കുഴൽനാടൻ പറഞ്ഞു. കോടതി ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കേസ് നാളത്തേക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷം അഡീഷണലായി 2 ക്രൈം കൂടി പോലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ 2 ക്രൈം ഉള്ളതായിട്ടാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ അഡീഷണലായി ഒരു ക്രൈം കൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇന്ന് പോലീസ് കോടതിയിൽ വന്നത്. സ്വാഭാവികമായിട്ടും അതിനും ഉള്ള വാദങ്ങൾ 2 ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്യുമെന്നും നാളത്തേക്ക് ഈ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സമരമായിട്ട് മുമ്പോട്ട് പോകും. കാരണം ഇവിടെ നിന്ന് ഞങ്ങൾ സമരപന്തലിലേക്ക് മടങ്ങും. പോലീസ് 2 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതിയിൽ ചോദിച്ചിരുന്നത്. ആ അപേക്ഷയാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.